കർത്താവ് സൗഖ്യം നൽകുന്ന സമയമാണ്. ശ്രദ്ധിക്കുക. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ആത്മാവൻ ദൈവമേ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. സന്തോഷത്തോടെ ദൈവസ്നേഹത്തോടെ ആരാധനയുടെ സമയമാണ്. ദൈവസ്നേഹത്തോടെ ആരാധിക്കുക. എന്നെ ശ്രമിക്കുന്ന വിദൂര രാജ്യങ്ങളുള്ളവരെ, വിദൂര സംസ്ഥാനങ്ങളിൽ, വിദൂര ജില്ലകളിൽ ഇരുന്നു കൊണ്ട് ലൈവായിട്ട് വചനം കേൾക്കുന്നവരെ ആരാധനയിൽ മുഴുകട്ടെ. നിന്നെ കർത്താവ് സ്പർശിക്കുന്ന സമയമാണെന്ന് ഓർത്തുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് നിന്നെ തന്നെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ആരാധനയിലേക്ക് മുഴുകട്ടെ. ഒരുമിച്ച് പാടുക. എന്റെ ഉള്ളിൽ വസിക്കാൻ ദാഹിച്ചു നിന്നെ ഞാൻ തേടുമ്പോ സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ എല്ലാവരും കരങ്ങൾ ഉയർത്തി ഉള്ളിൽ വസിക്കാൻ കരങ്ങൾ താഴ്ത്തിക്കൊണ്ട് ഈശോയെ ആരാധിച്ചുകൊണ്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവം ഇറങ്ങി ഓരോ മനുഷ്യരുടെ മനസ്സിൽ, ആത്മാവിൽ, ശരീരത്തിൽ, ജീവിതത്തിൽ, കുടുംബത്തിൽ, ജീവിത സാഹചര്യങ്ങളിലെല്ലാം ഇടപെട്ട് അവരെ ആത്മാവിൽ സന്തോഷിച്ച് സാക്ഷ്യം പറഞ്ഞ അനേകം സാക്ഷ്യങ്ങളാണ് നമ്മൾ കേട്ടത്. സാക്ഷ്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ഞാനും കർത്താവിനെ മഹത്വപ്പെടുത്താൻ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ എന്നെയും കയറ്റി നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, സാക്ഷിയായി ജീവിക്കുമെന്ന് കൂടി കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പ്രതിജ്ഞ ചെയ്യണം. ഏറ്റവും അവസാനം കേട്ട സാക്ഷ്യം പാലക്കാട് ദീപ അച്ഛനോട് ചോദിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഒരു സാക്ഷ്യം പറഞ്ഞായിരുന്നു. അങ്ങനെ അച്ഛൻ പറയാം എന്ന് കരുതുന്നു എന്ന് പറഞ്ഞാണ് സാക്ഷ്യം പറഞ്ഞത്. ഞാനത് അകത്തിരുന്ന് കേട്ടായിരുന്നു. ഞാൻ അവരെ കണ്ടിട്ടില്ല, പക്ഷെ അവർ ചെയ്തത് നേരത്തെ ഉള്ളൊരനുഭവമാണെന്ന് തോന്നണത്. കുരിശുരൂപത്തെ സ്പർശിച്ചപ്പോൾ അങ്ങോട്ട് പിടിച്ചു വലിക്കണ പോലെ തോന്നി, ഭിത്തി തുരന്ന് അപ്പുറത്തേക്ക് പോണ പോലെ തോന്നി. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല എന്നാണ് അവർ പറഞ്ഞത്. നേരത്തെ ഈ കുരിശുരൂപത്തെ തൊടുമ്പോഴും പരിശുദ്ധ അമ്മയെ തൊടുമ്പോഴും ഈ ഇതുപോലെ വൈബ്രേഷൻ ഉണ്ടാകുന്ന അനുഭവങ്ങൾ ആൾക്കാർക്ക് ഉണ്ടായിട്ടുണ്ട്. നേരത്തെ അതുപോലെ തന്നെ കറണ്ട് അടിക്കുന്ന തീ ചീറ്റണ പോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് സൗഖ്യവും നടന്നിട്ടുണ്ട്. ചില സമയത്ത് നമ്മൾ വേറെ ഒരു സാക്ഷ്യം നമ്മളിന്ന് കേട്ടത്, കൃപാസനം പത്രം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നൊന്നും ഒരു മിന്നൽ കണ്ടു. ആ സമയത്ത് 18 വർഷം പഴക്കമുള്ള എൻ്റെ നടുരോഗം സുഖപ്പെട്ടു എന്നുള്ള സാക്ഷ്യം നമ്മൾ കേട്ടു. ഇതുപോലെ കുറേ സാക്ഷ്യങ്ങൾ ഇപ്പോഴേ ഈ പത്രത്തെക്കുറിച്ച് കുറച്ച് ആൾക്കാർ, അവിശ്വാസികൾ വിവാദങ്ങൾ ഉയർത്തിയതിന് ശേഷം ഇപ്പോഴെങ്ങനെയാണ്, പത്രത്തെ തൊടുകയല്ല, പത്രം വായിക്കുമ്പോൾ തന്നെ സാക്ഷ്യം അനുഭവിക്കുന്ന ഒരു പുതിയ അധ്യായത്തിലേക്ക് പരിശുദ്ധ അടയാളങ്ങളെ മാറ്റുന്നത് പോലെ തോന്നണം. കാര്യം ഒരനുഭവമാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പം പല ആൾക്കാർക്കും പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവിൻ്റെ വിടുതൽ
സൗഖ്യവും അനുഭവിക്കാൻ ഇടയായിട്ടുണ്ട്. ശ്രുതിയുടെ ഹല്ലേലൂയ. അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കണം എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളെ പത്രം പരിശോധിച്ചാൽ മനസ്സിലാകും. പ്രത്യേകിച്ച് സാക്ഷ്യം പറഞ്ഞ എന്താണ്, 91 സാക്ഷ്യങ്ങൾ ഞാൻ വായിച്ചപ്പോൾ അമ്മയുടെ അടുത്തേക്ക് വരണമെന്ന് എനിക്ക് ശക്തമായ പ്രേരണ കിട്ടിയെന്നൊരു സാക്ഷ്യം പറഞ്ഞായിരുന്നു. അതിനുശേഷം പിന്നെ സാക്ഷ്യാനുഭവങ്ങളുടെ വലിയൊരു ഘോഷയാത്രയാണ് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഇപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഈ പത്രം മുഴുവനും കർത്താവിൻ്റെ പ്രവർത്തികളാണ്. പിന്നെയുള്ള മറ്റതെല്ലാം എഡിറ്റോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്, കർത്താവിൻ്റെ വചനമാണ്. അതാണ് പത്രത്തിൻ്റെ പ്രത്യേകത. കൃപാസനം പത്രത്തിൻ്റെ പ്രത്യേകത എന്താ, മുഴുവനും കർത്താവിൻ്റെ പ്രവർത്തികളാണ്, വീര്യപ്രവർത്തികൾ. പിന്നെയുള്ള എന്താണ്, കർത്താവിൻ്റെ വചനം. അത് മീൻസ് എന്താ അർത്ഥം, വാക്കും പ്രവൃത്തിയുമാണ്. ദൈവത്തിൻ്റെ വാക്കും ദൈവത്തിൻ്റെ പ്രവൃത്തികളുമാണ് നമ്മൾ പത്രത്തിൽ വരുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര പല സ്ഥലത്തു നിന്ന് ഞങ്ങൾക്ക് സമ്മർദ്ദമാണ്. പത്രത്തിൻ്റെ ഡിസൈൻ മാറ്റണം, പത്രത്തിൻ്റെ എല്ലാവരെ കൊണ്ടും പത്രത്തിൽ ലേഖനം എഴുതിക്കണം, എല്ലാം തലകുലുക്കി കേട്ടുകൊണ്ട് ഞാൻ പോരും. പക്ഷേ സമ്മതിക്കത്തില്ല. എന്താ കാര്യം, പത്രത്തിൽ വരേണ്ടത് മറ്റു പത്രങ്ങളിലേക്കാൾ ഇതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് ഇതിൽ കർത്താവിൻ്റെ പ്രവൃത്തികൾ മാത്രമേ പാടുള്ളെന്ന് എപ്പോഴും എൻ്റെ മനസ്സ് എന്നോട് ശാസിക്കും. ഇതിൽ കർത്താവിൻ്റെ വചനം മാത്രമേ പാടുള്ളൂ. സങ്കല്പങ്ങളോ ചിന്തകളോ മറ്റുള്ളവരുടെ ആലോചന ഒന്നും കൃപാസനം പത്രത്തിൽ പാടില്ല എന്നുള്ളത് എപ്പോഴും ആന്തരികമായൊരു ശാസന അനുഭവിക്കുന്ന ഞാനാണ്. പിന്നെ ചിലപ്പോൾ അനുസരണയുടെ ഭാഗമായിട്ട് കുറേയൊക്കെ അനുസരിച്ച് പോകും. പക്ഷേ എങ്കിലും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, കൃപാസനം എന്തിനുള്ളതാണ്, കർത്താവിനെ അറിയാത്തവരെ അറിയിക്കാനും അറിഞ്ഞവരെ ആഴപ്പെടുത്താനും ഉള്ളതാണ്. പ്രേക്ഷിത പ്രവർത്തനത്തിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമ്പോൾ രാത്രി ഇരുന്ന് പ്രാർത്ഥിക്കണം. ബ്രദർ ജോയിച്ചൻ പറഞ്ഞ കറക്റ്റാണ്. ആദ്യം ഞങ്ങൾക്കാരെങ്കിലും ചെയ്തത് പണവും കൊടുത്ത് പത്രവും കൊടുത്ത് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യും. എന്തിനാണ്, കർത്താവിനെ അറിഞ്ഞ ഒരാളെങ്കിലും ഈശോയെ വിശ്വസിച്ച അവൻ്റെ ആത്മാവ് രക്ഷപ്പെടും. ആത്മാക്കളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇനി ഈശോയ്ക്ക് പാപത്തിന് പരിഹാരം ചെയ്യാൻ വേറൊരു ഈശോയ്ക്ക് വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് വി ഹാവ് ടു ഡു ദ റെസ്റ്റ്. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മളാണ്. ദൈവത്തിന് ഒരു പഞ്ഞവുമില്ല മക്കളെ. ഇപ്പം ദീപയുടെ തന്നെ ആദ്യത്തെ സാക്ഷ്യം എന്താ, ദൈവത്തിന് പഞ്ഞമില്ല. ആർക്കാണ് പഞ്ഞമുള്ളത്, ദൈവത്തെ അനുഭവിക്കാനുള്ള ആത്മാർത്ഥതയ്ക്കാണ് പഞ്ഞം വന്നിരിക്കുന്നത്. ഇപ്പം തന്നെ ദീപയുടെ വിഷയം എന്താണ്, പാലക്കാട് നിന്ന് അവൾക്ക് കടമുണ്ട്, ഇവിടം വരെ ആലപ്പുഴ വരെ വരാൻ വീട്ടുകാരെ സമ്മതിക്കണില്ല. കാര്യം വഴുതികളെ ഛർദ്ദിക്കണ വാഹനച്ചുരുക്കമുള്ള ആളായതുകൊണ്ടാണ് അങ്ങനെ വരണത്. പക്ഷെ അവർ ഒരു തീരുമാനമെടുത്ത്, എന്താണ്, ഞാൻ ഉപവസിക്കുമെന്ന് പറഞ്ഞപ്പോൾ 1 ദിവസം 2 ദിവസം 3 ദിവസം വീട്ടുകാർക്ക് മനസ്സിലായി അവളെ സീരിയസ് ആണെന്ന്. വീട്ടുകാർക്ക് മാത്രമല്ല മനസ്സിലായത്, ദൈവത്തിനും മനസ്സിലായി സീരിയസ് ആണെന്ന്. ദൈവത്തിന് മനസ്സിലാവണം സീരിയസ് ആണ് നമ്മളെന്ന്. അപ്പോൾ പിന്നെ വിഷയം തീർന്ന. ഉടമ്പടിയുടെ മുഴുവൻ മർമ്മം അതാണ്. ദൈവത്തിന് മനസ്സിലാകണം നിങ്ങൾ സീരിയസ് ആണെന്ന്. നിങ്ങൾ ഈ വിഷയം ഇതിൽ വളരെ ഒരടി പോലും പിന്നോട്ട് വെക്കത്തില്ലെന്ന് ദൈവത്തിന് മനസ്സിലായാൽ പിന്നെ ദൈവസാന്നിധ്യം കൂടിക്കൊണ്ടേയിരിക്കും. ഇപ്പോഴും 2004 ഡിസംബർ 7-ാം തീയതി 2:30 മണിക്ക് ഞാനാണ് അമ്മയെ നിങ്ങളെപ്പോലെ നേരിട്ട് കണ്ടതല്ലേ അല്ലേ. ഇനി ആരാണ് കാണേണ്ടത്, നിങ്ങൾ ഓരോരുത്തരുമാണ് അമ്മയെ കാണേണ്ടത്. ഇപ്പോഴെണ്ണം കൂടി വരുന്നുണ്ടല്ലോ. അമ്മയെ നേരിട്ട് കണ്ട ആൾക്കാരുടെ എണ്ണം കൂടിക്കൊണ്ട് വരുന്നു. തങ്ങൾ വീട്ടിൽ വന്ന് കണ്ടേ ഒരിക്കലും കാണാത്ത അമ്മയാണിത്. ഞാൻ ഈ അമ്മയെ ഒരിക്കലും കണ്ടിട്ടില്ല. പക്ഷേ ഞാൻ വീട്ടിൽ വെച്ച് കണ്ട അമ്മയെ ഇവിടെ വന്ന് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയെന്നൊക്കെ ആൾക്കാർ സാക്ഷ്യം പറയാൻ എന്താ ഇന്നും പറഞ്ഞില്ല. അതുപോലെ തന്നെ അപ്പം എന്തോ നമ്മളുടെ ചിന്തയിൽ നിന്ന് അപ്പുറത്ത് വലിയ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നുണ്ടെന്നാണ് അച്ഛൻ്റെ പ്രാർത്ഥനയുടെ ഒരു ആലോചന. കാര്യം സമയഘട്ടികാരം നെഞ്ചിച്ചാർത്തിയാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ സമയം എപ്പോഴും അമ്മയ്ക്ക് സമർപ്പിക്കണത്. ഇപ്പോൾ ഞാനിത് പറയുമ്പോഴേ നിങ്ങൾക്കറിയാം, ഞാൻ യൂട്യൂബ് ഇപ്പോൾ ഫേസ്ബുക്കിൽ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ആൾക്കാർ ഡേറ്റ് അടിക്കണ കാണാം. ഡേറ്റ് അടിച്ചുകൊണ്ടിരിക്കും. സെപ്റ്റംബർ 20
ഒക്ടോബർ 12 എന്നൊക്കെ പറഞ്ഞ് ഡേറ്റ് അടിക്കും. കംപ്ലൈൻറ്റ് പറയത്തില്ല, പ്രാർത്ഥന അപേക്ഷ പറയത്തില്ല, ഡേറ്റ് അടിക്കും. ഇൻ്റർവ്യൂ ഡേറ്റാണ് ഈ പറയണതേ. ഇൻ്റർവ്യൂ ഡേറ്റ്, രജിസ്ട്രേഷൻ ഡേറ്റ്, അതുപോലെ തന്നെ ഒരു ഓപ്പറേഷൻ ഡേറ്റ്, ഡെലിവറി ഡേറ്റ്, ഇനി കുട്ടികൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഡേറ്റ്, ഇതൊക്കെയാണ് ആൾക്കാർ ഇപ്പോൾ യൂട്യൂബിൽ അടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചെന്ന് നോക്കിയാൽ മനസ്സിലാകും, കുറേ ഇങ്ങനെ കിടക്കണം കാണാം. എന്താണ്? സമയത്തിൻ്റെ അമ്മയാണ്. ആ സമയത്തിലേക്ക് പ്രവർത്തിക്കാൻ വേണ്ടി അമ്മയോട് അപേക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് അവസാനം ഈ ആരാധന അവസാനം ഞാൻ സമയം തരും, അപ്പം നിങ്ങൾ ഡേറ്റ് ഇടണം. അമ്മ ആ സമയത്ത് നിങ്ങൾ അനുഗ്രഹിച്ചിരിക്കും. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. കരങ്ങൾ അടിച്ചുകൊണ്ട് എല്ലാവരും ചേർന്ന് പാടുന്നു. സ്വർഗീയ മന്ദമതി വാഗ്ദാന ഏകഗണേ. ദിവ്യകുർബാന ഇതുപോലെ തന്നെയാണ്. ചില സമയങ്ങളിൽ നമ്മൾ ദിവ്യകുർബാന തൊടുകയാണെങ്കിൽ അങ്ങോട്ട് അകത്തോട്ട് ഭരിക്കാൻ പോലെ തോന്നും. എനിക്ക് കുറേ പ്രാവശ്യങ്ങൾ തോന്നിയിട്ടുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന കണ്ണീരോടുള്ള കമ്മ്യൂണിറ്റി വളരെ കറക്റ്റായ രീതിയിൽ വിശ്വസിക്കുന്ന പൊതുസമൂഹമാണെങ്കിലും ആരാധന ഉയർത്തുമ്പോൾ ആരാധന പെട്ടക്കും, ആരാധന ഉള്ളിലേക്ക് ഭരിക്കും. അത് ആ ഫീല്, അത് വേറൊരു അന്തരീക്ഷമാണ്, ശരിക്കും വേറൊരു അന്തരീക്ഷമാണ്. അപ്പോൾ എനിക്ക് എപ്പോഴും തോന്നിയിരിക്കണം, എൻ്റെ മക്കളെ, നിങ്ങൾ എപ്പോഴും ഈ ഫെയ്ത്ത് മെയിൻ്റെനൻസ് നടത്തണം. വിശ്വാസത്തിൽ എപ്പോഴും അറ്റകുറ്റപ്പണികൾ നടത്തിക്കൊണ്ടിരിക്കണം. വിശ്വാസത്തിൽ അറ്റകുറ്റപ്പണികൾ, നമ്മൾ അറ്റകുറ്റപ്പണി നടക്കുന്ന കുറവാണേ. നമ്മൾ എന്നാ ചെയ്യണമെന്ന് പറയണത്, നമ്മൾ നമ്മുടെ വിഷയത്തിലാണ് പ്രാധാന്യം കൊടുക്കുന്നത്, പക്ഷേ വിശ്വാസത്തിൽ പ്രാധാന്യം കൊടുക്കണം. എൻ്റെ വിശ്വാസം വർദ്ധിക്കാനും അതിൻ്റെ ചളക്കലൊക്കെ മാറ്റാനും അതൊന്ന് രണ്ടാമത് ഡ്രൈ ക്ലീൻ ചെയ്യിക്കാനും അതുപോലെ തന്നെ വിശ്വാസം ഒന്ന് റീപ്ലേറ്റ് ചെയ്യിക്കാനും ഇങ്ങനെ വിശ്വാസം തിളക്കിയെടുക്കാൻ വേണ്ടി പ്രത്യേകം ഒന്ന് പ്രാർത്ഥിച്ച കർത്താവായ ഈശോയെ, എൻ്റെ വിശ്വാസത്തെ പുതുതാക്കണമേ, എൻ്റെ വിശ്വാസത്തെ പരിപോഷിപ്പിക്കണമേ, എൻ്റെ വിശ്വാസത്തെ പുതുതാക്കണമേ, എൻ്റെ വിശ്വാസത്തെ പരിപോഷിപ്പിക്കണമേ. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. പിന്നെ ആ കുട്ടി പറഞ്ഞത് കൃപാസനത്തിൻ്റെ എംബ്ലം ഐക്കൺ പോലെ തന്നെ ചിറകുകൾ കണ്ടുവെന്ന് പറഞ്ഞു, അല്ലേ? അഗ്നിയും ചിറകുകളാവും. ചിറകുകളുടെ സാക്ഷ്യം പിന്നെ മൂന്നാമത്തെ സാക്ഷ്യമാണ് ചിറകുകൾ. വാഗ്ദാന പേടകവുമായി ബന്ധപ്പെട്ടതാണ് ചിറകുകൾ. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. വാഗ്ദാന പേടകത്തിൻ്റെ വചനം 11:19 കഴിഞ്ഞിട്ട് പിന്നെ 12:1. ഈ 12:1 വെളിപാട് പുസ്തകം 12:14 വരുമ്പോൾ അവൾക്ക് ചിറകുകൾ നൽകപ്പെട്ടു എന്നും പറഞ്ഞൊരു വചനമുണ്ട്. വെളിപാട് 12:14 അവൾക്ക് ചിറകുകൾ നൽകപ്പെട്ടു. ആ ചിറകുകൾക്ക് വലിയ കഴുകേണ്ടതുപോലെയുള്ള ചിറകുകൾ നൽകപ്പെട്ടു. ആ ചിറകുകൾ അടിച്ചവൾ സർപ്പത്തിൻ്റെ വായിൽ നിന്ന് മരുഭൂമിയിലേക്ക് പോയി. മരുഭൂമിയിൽ സമയങ്ങളുടെ പകുതിയും സമയത്തിൻ്റെ പൂർണ്ണതയും അവളവിടെ സംരക്ഷിക്കപ്പെട്ടു. ചിറകുകൾ സംരക്ഷണത്തിൻ്റെയാണ്. ദൈവം നിന്നെ സംരക്ഷിക്കുമെന്നുള്ള സൂചനയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കൃപാസനത്തിൻ്റെ എംബ്ലം തന്നെ 2 ചിറകുകൾ നിൽക്കുകയാണ്. അത് ദൈവത്തിൻ്റെ സംരക്ഷണമാണ്. പക്ഷെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ദൈവ സംരക്ഷണം ലഭിക്കണ എവിടെയാണ്? മരുഭൂമിയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് രോഗവും കടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഓർക്കരുത് ഞങ്ങൾ സംരക്ഷണത്തിൻ്റെ പുറത്താണെന്ന്. സംരക്ഷണം അകത്താണ്. അച്ഛൻ പറഞ്ഞാൽ മനസ്സിലായില്ലേ? ബൈബിളിൽ മരിയ സംരക്ഷണത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് എന്താണ്? മരുഭൂമിയിലാണ് സംരക്ഷിക്കപ്പെടുന്നത്. ആ മരുഭൂമി, ഇപ്പോൾ മരുഭൂമി പല രീതി വരാം. മരുഭൂമിയെക്കുറിച്ച് നിയമാവർത്തനം
32:10 എന്താ പറയണമെന്നറിയോ? മരുഭൂമിയിൽ പറഞ്ഞേ, ശൂന്യത ഊരിയിടുന്ന മണലാരണ്യങ്ങളിൽ നിന്നെ കണ്ടെത്തി, എന്നെ എടുത്ത് കണ്ണിലെ കൃഷ്ണപണി പോലെ സൂക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇപ്പം മരുഭൂമിയിലൂടെയാണ് നിൻ്റെ ജീവിതം പോകണമെന്നുണ്ടെങ്കിൽ അവിടെ എന്താ ഉള്ളത്? ശൂന്യത മാത്രമേ ഉള്ളൂ, ഇല്ലേ? ശൂന്യതയുടെ എന്തെങ്കിലും സ്വരം കേൾക്കുമെന്നുണ്ടെങ്കിൽ ആരുടെ സ്വരമാണ് കേൾക്കണത്? ശൂന്യതയുടെ സ്വരമാണ് കേൾക്കണത്. അല്ലാതെ അപ്പൻ്റെയും സ്വരം കേൾക്കത്തില്ല, അയൽവാസിയുടെയും സ്വരം കേൾക്കത്തില്ല, ബന്ധുക്കളുടെയും സ്വരം കേൾക്കത്തില്ല. എല്ലാവരും കൈ ഒഴിയും. എല്ലാവരും കൈ ഒഴിയുമ്പോൾ നീ ഓർക്കണം, നിയമാവർത്തനം 32:10 ഞാൻ കടന്നു പോകുന്നത്. എന്താണ്? ശൂന്യതയുടെ ഓരിയിടൽ മാത്രമേ ഉള്ളൂ. മനുഷ്യൻ്റെ ഒരു സ്വരവുമില്ല. ഇപ്പം നമ്മൾക്ക് കടങ്ങളാണെങ്കിൽ ആരെങ്കിലും നമ്മുടെ അടുത്ത് വരുമോ? ആരും വരത്തില്ല. മനുഷ്യൻ്റെ ഒരു സ്വരവും കേൾക്കത്തില്ല, ശൂന്യത മാത്രം. നമുക്ക് രോഗമാണെങ്കിൽ ആരെങ്കിലും നമ്മുടെ സഹായത്തിന് നമ്മളെ വിളിക്കുമോ? നമ്മളെക്കൊണ്ട് അവർക്ക് ആർക്കും പ്രയോജനമില്ല. നമ്മളെ കാണാമെന്ന് അവിടെ കാശ് പോവും. അപ്പോഴും ശൂന്യത മാത്രം. എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ അത് ശൂന്യതയുടെ ശബ്ദമാണ്. പക്ഷെ നീ ഓർക്കണം, ആ ശൂന്യതയുടെ ഒടുവിൽ നിന്നെ കോരിയെടുക്കാൻ ഈ മരുഭൂമിയിൽ നിൻ്റെ സംരക്ഷണത്തിന് നിൻ്റെ ദൈവമുണ്ടെന്ന് കൈയിട്ടിച്ച് കിടത്താൻ. എപ്പോഴും നമ്മൾ ചെയ്യണത് ഈ വിശ്വാസവും വിശ്വസ്തതയും തമ്മിൽ കുറേ വ്യത്യാസമുണ്ട്. ഉടമ്പടിയാണ് നമ്മൾ ചെയ്യണത്, അല്ലേ? ഉടമ്പടി വിശ്വാസത്തിൻ്റെ പ്രാർത്ഥനയല്ല. എന്തിൻ്റെ പ്രാർത്ഥനയാണ്? വിശ്വസ്തതയുടെ പ്രാർത്ഥനയാണ്. അപ്പോഴെൻ്റെ മക്കൾ അറിയേണ്ടത് എന്താണ് വിശ്വാസം, എന്താണ് വിശ്വസ്തത, വിശ്വാസവും വിശ്വസ്തതയും തമ്മിലുള്ള പ്രത്യേകത എന്താണെന്ന് അറിയണം. വിശ്വാസം എന്ന് പറയുമ്പോൾ ഒരു എന്തേ ഉള്ളൂ, നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ വിശ്വസ്തത എന്ന് പറയുമ്പോൾ എന്താണ്? ദൈവം നമ്മളിലും വിശ്വസിക്കുന്നു, അതാണ് സംഭവം. അതാണ് വിശ്വസ്തതയും. അതുകൊണ്ടാണ് ഈ വിശ്വാസത്തിന് മറുപടി കിട്ടാത്തത് വിശ്വസ്തതയ്ക്ക് കിട്ടിയേ മതിയാവത്തുള്ളൂ. യു ഗോട്ട് ദ പോയിന്റ്? മനസ്സിലായ? വിശ്വാസം സിംഗിൾ ഫേസ് ആണെങ്കിൽ വിശ്വസ്തത ട്രിപ്പിൾ ഫേസ് ആണ്. വിശ്വാസം കൊണ്ട് കറക്കാത്ത എൻജിൻ വിശ്വസ്തത കൊണ്ട് കറങ്ങിയേ പറ്റത്തുള്ളൂ. കൈയടിച്ച് കിടത്താണ്. അതാണ് 2 തിമോത്തി 2:13. നിങ്ങൾ അവിശ്വസ്തരായിരിക്കുമ്പോഴും പറഞ്ഞേ, ദൈവം വിശ്വസ്തനായി തുടരും. എന്തെന്നാൽ തന്നെ തന്നെ നിഷേധിക്കുവാൻ അവന് കഴിയില്ല. നിങ്ങൾ അവിശ്വസ്തരായി തുടരുമ്പോഴും 2 തിമോത്തി 2:13. നിങ്ങൾ അവിശ്വസ്തരായി തുടരുമ്പോഴും ദൈവം വിശ്വസ്തനായി തുടരും. എന്തെന്നാൽ തന്നെ തന്നെ നിഷേധിക്കുവാൻ അവന് കഴിയില്ല. അപ്പം അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രത്യേക കാരണവശാൽ ഉടമ്പടിയിൽ എന്തെങ്കിലും ലംഘിച്ചെന്ന് പോകുന്നതുകൊണ്ട് നിങ്ങൾ ഡൗൺ ആകരുത്. പറഞ്ഞ അച്ഛൻ മനസ്സിലായില്ലേ? ചില ആൾക്കാർക്ക് അങ്ങനെ കുറ്റബോധമുണ്ട്. അയ്യോ ഞാൻ പ്രാർത്ഥനയ്ക്ക് താമസിച്ചു പോയില്ല, അയ്യോ ഉപവസിക്കാൻ ഒത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ആൾക്കാർക്ക് ഡൗൺ. അതിൻ്റെ ഉടമ്പടി പൊട്ടിപ്പോയി അങ്ങനെ ധരിക്കരുത്. അത് മണ്ടത്തരാ.
എന്താ കാര്യം? 2 തിമോത്തി 2:13 എന്താണ്? നമ്മൾ അവിശ്വസ്തരായാൽ, ഉടമ്പടി വിശ്വസ്തയുടെ പ്രാർത്ഥനയാണ്, പ്രെയർ ഓഫ് ഫിഡലിറ്റിയാണ്. അതാണ് എൻ്റെ ഗ്യാരണ്ടി എന്ന് പറയണത്. കാര്യം എന്താ? അത് 2 തിമോത്തി 2:13 മറക്കരുത്. എന്താണ്? നമ്മൾ അവിശ്വസ്തരായാലും അവൻ വിശ്വസ്തനായി തുടരും. ഇത് ബയലാട്രൽ എഗ്രിമെൻ്റ് അല്ലേ, ഉഭയകക്ഷിയല്ലേ. ഇപ്പോൾ 2 പേരുണ്ടല്ലോ. അപ്പോൾ ഒരാളുടെ തെറ്റിപ്പോയാലും, ഇപ്പോൾ നിൻ്റെ അപ്പൻ മരിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ ആശുപത്രിയിലായിരുന്നു, ഇപ്പോൾ ഗർഭിൽ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു, ആശുപത്രിയിലായിരുന്നു എന്ന് പറഞ്ഞു, തുണ സഹോദരിയായിട്ട് പോയാണെന്ന് തോന്നണു. അപ്പോൾ അവർക്ക് വരാൻ ഒത്തില്ല. അപ്പോൾ അവർ വിചാരിച്ചു എൻ്റെ ഉടമ്പടി തീർന്നെന്ന് വിചാരിക്കും. അങ്ങനെ തീരത്തില്ല. എന്താ കാര്യം? കർത്താവ് അത് കണ്ടിന്യൂ ചെയ്യും. അത് നീ മനസ്സിലാക്കണം. ദൈവത്തെ ജീവനെപ്പോലെ കാണുകയും ജീവനുള്ള വ്യക്തികളോട് ഇടപെടുന്നതിനേക്കാൾ സത്യസന്ധമായി ദൈവം ഇപ്പോൾ അവൾ എന്നാ പറയണത്, ആ കൊച്ചിൻ്റെ സാക്ഷി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ഒരു 10 ഏക്കർ മുല്ലപ്പൂ തോട്ടത്തിൽ നിൽക്കണ പോലെ ഒരു സ്മെല്ല് എൻ്റെ തലച്ചോറിലൊക്കെ ഇടിച്ച് കയറിയെന്നല്ലേ പറയണത്. അച്ഛല അതൊക്കെ അനുഭവിക്കുന്ന ഒത്തിരി ആൾക്കാരിന്നുണ്ട്. ഒരു സെക്കൻഡാണത്, 1 സെക്കൻഡാ പ്രസൻസ്. ഒരു ഹൈ പറഞ്ഞിട്ട് പോണതാ. എന്നിട്ട് അതിൻ്റെ അർത്ഥം എന്താ? നീ വിഷമിക്കണ്ട, ഞാൻ ചുറ്റുവട്ടത്തിൽ തന്നെ ഉണ്ട്. അത് ഈ മുല്ലപ്പൂ മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ തരത്തിലുള്ള ഫീലിംഗ് ഉണ്ടാവും. നിങ്ങളത് ശ്രദ്ധിക്കാഞ്ഞിട്ടാണ്. ചില സമയത്ത് ഞാൻ സ്വരം കേൾക്കും, നിങ്ങൾക്കും സ്വരം കേൾക്കും. പക്ഷെ അത് ദൈവത്തിൻ്റെ സ്വരമാണെന്ന് അറിയണ്ടേ? ഈ ബഹളത്തിനിടെ അറിയത്തില്ലല്ലോ. പക്ഷെ നമ്മൾ ദൈവത്തെ തന്നെ ശ്രദ്ധിച്ചു പോകുന്ന ഒരാളാണ്. അങ്ങനെ മനസ്സിനെ, ഒരു ആത്മാവിനെ ഒന്ന് പരിശീലിപ്പിച്ച് ഏകാഗ്രത സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ അടയാളങ്ങൾ, സ്വപ്നങ്ങൾ, ദർശനങ്ങൾ എല്ലാം ദൈവം നമ്മോട് സംവേദിക്കുന്നുണ്ട്. ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവായ ദൈവമേ, ഉടമ്പടി വിശ്വാസികൾ എന്ന നിലയിൽ, വിശ്വസ്തതയുടെ കുഞ്ഞുങ്ങൾ എന്ന നിലയിൽ അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട്. ആ സാന്നിധ്യത്തിന് അനുഭവിക്കാൻ പറ്റിയ ആന്തരിക ഏകാഗ്രതയാൽ എൻ്റെ ആന്തരിക മനുഷ്യനെ, എൻ്റെ ആന്തരിക ഇന്ദ്രിയങ്ങളെ തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തിൽ കരങ്ങൾ അടിച്ചുകൊണ്ട് ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തിൽ കർത്താവിന്റെ കരവേല പൂർണ്ണമായി കരങ്ങൾ ഉയർത്തി അടിക്കാം. സംഭവിക്കട്ടെ. കർത്താവിന്റെ കരവേല പൂർണ്ണമായി സംഭവിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇപ്പോൾ നിങ്ങൾ ഇപ്പം അച്ഛൻ ചിലർ എന്നോട് പറയും, അച്ഛാ വീടില്ല എന്ന് പറയുക. അപ്പം ഞാൻ തിരിച്ചെന്നാ ചോദിക്കണേ? സ്ഥലമുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അവർ സ്ഥലമില്ല, കടമാണെന്ന് പറയും. സ്ഥലമില്ല, കടമാണെന്ന് പറയും. അപ്പോഴും കൈവച്ച് പ്രാർത്ഥിക്കും. എന്താ കാര്യം എന്നറിയാമോ? ഈ ദൈവത്തിൻ്റെ കയ്യിൽ ദൈവം എന്ന് പറഞ്ഞത് എന്താ? അനന്തമായ സാധ്യതയാണ്. അതെപ്പോഴും ഓർത്തേക്കണം. കർത്താവ് ചോര വിയർക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞത് എന്താ? ദൈവം അനന്തമായ സാധ്യതയാണെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ മർക്കോസ് 13 നാം വായിക്കണില്ലേ? പിതാവേ അങ്ങേക്ക് ഒന്ന് ശ്രദ്ധിച്ച മക്കളെ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മർക്കോസ് 14:36 എന്താണ്? പിതാവേ അങ്ങേക്ക് എന്ന് പറഞ്ഞേ എല്ലാം സാധ്യമാണ്. അപ്പോൾ നിനക്കൊരു കോടി കടമുണ്ടെന്ന് പറഞ്ഞാലൊന്നും ഉടമ്പടിയിൽ അത് വിഷയമല്ല. എന്താ കാര്യം? നമ്മളെ കർത്താവിൻ്റെ വചനം വചനം വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. എന്താ? മർക്കോസ് 14
36 എന്താണ്? പിതാവേ അങ്ങയ്ക്ക് എല്ലാം സാധ്യമാണ്. എനിക്ക് വീടില്ല, പക്ഷെ സ്ഥലവുമില്ല. പിന്നെ എന്താ? കടവുമാണ്. അപ്പോൾ തിരച്ചിനമല്ല, ആഴമാണെന്ന് വിചാരിച്ചോ? ആഴമാണ്. ഈ ആഴമാണെങ്കിലും ഇപ്പോൾ വീടില്ല, സ്ഥലവുമില്ല, പിന്നെ എന്താണ്? കുഴിയുമാണ്, കടവുമാണെന്ന് അല്ലേ? അതാണല്ലോ ബൈബിൾ പറയണത്. ഇവിടെയല്ല വിശ്വാസം വേണ്ടത്. ആദ്യ ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചപ്പോൾ ഭൂമി രൂപരഹിതമായിരുന്നു. ആഴത്തിൻ്റെ മീതെ അന്ധകാരം. ആഴം ഇവിടം വരെ ഉണ്ടെന്ന് അറിയാൻ പാടില്ലെന്ന്. അതല്ലേ അന്ധകാരം എന്ന് പറയണത്. ആഴത്തിൻ്റെ മീതെ പിന്നെന്താ ഉള്ളത്? അന്ധകാരം. അളക്കാൻ പറ്റാത്തതാണ്. ദ ഫാതംലെസ് അബിസ്. അളക്കാൻ പറ്റാത്ത ആഴങ്ങൾ. അതിൻ്റെ മീതെ, ആ ജലരാശിക്ക് മീതെയാണ് ദൈവത്തിൻ്റെ ആത്മാവ് ചലിക്കണത്. കൈയിടിച്ച് കർത്താണ് സുലലിയ വിശ്വസ്തോത്രലിയ. വരദാനത്തിൻ അഭിഷേകം കൊണ്ട് ശക്തമായി പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിൽ മേൽ വിജയം നേടാൻ ജഡപ്പരപ്പിൽ ചലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ, ജനകോടികളിൽ ജ്വലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ, ജഡപ്പരപ്പിൽ ചലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ, ജനകോടികളിൽ ജ്വലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ, 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 വരദാനത്തിൻ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിൽ മേൽ വിജയം നേടാൻ ധീരതയേകണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് മക്കളെ, അച്ഛനിലൂടെ ഇപ്പോൾ ഈശോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണെന്ന് അറിയാവോ? എന്തെങ്കിലും നിൻ്റെ കയ്യിൽ വേണമെന്നൊരു നിർബന്ധവുമില്ല. പിന്നെന്താ വേണ്ടത്? വിശ്വാസം മാത്രം മതി. ഇപ്പോൾ ഒരു സാക്ഷ്യം നമ്മൾ കേട്ടില്ലേ? എന്നാ കേട്ടത്? പനി പിടിച്ചു, പിന്നെ വേറെ പറയപ്പെടാത്ത വൈദ്യശാസ്ത്രത്തിന് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത അപൂർവ രോഗമായി വെന്റിലേറ്ററിലായിപ്പോയി അല്ലേ? എന്നിട്ട് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് പേഷ്യൻറ്റിനെ അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ഹെലികോപ്റ്ററിലാണ് കൊണ്ടുപോകുന്നത്. ആ സാക്ഷ്യം കേട്ടായിരുന്നോ? കേട്ടില്ലേ? ഉടമ്പടി തൈലം കൊണ്ടുപോയി വിശ്വാസ പ്രമാണം ചൊല്ലി തേച്ചപ്പോൾ ആ നിമിഷം മുതൽ മരുന്ന് പിടിച്ചു തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മരുന്ന് പിടിപ്പിച്ചത് എന്താ? വിശ്വാസമാണ്. എല്ലാം പിടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഉദ്ദേശം, എൻ്റെ നടപടി എന്താണ്? വിശ്വാസമാണ്. ആരുടെയെങ്കിലും ഒരാളുടെ വിശ്വാസം മതി. ഇന്ത്യയിലിരുന്ന് വിശ്വസിച്ചാൽ മതി. സ്റ്റേറ്റിലെ രോഗിയിൽ മരുന്ന് പിടിച്ചോളൂ. ആ ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടില്ല. അത് കർത്താവിൻ്റെ കയ്യിൽ തന്നെയാണ്. സ്തുതിയുടെ ഹല്ലേലൂയ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനങ്ങൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനങ്ങൾ കണ്ടിടട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ അവസാന സാക്ഷ്യം പറഞ്ഞ വിശാലില്ലേ? വിശാലിൻ്റെ ബെഡ്റൂമിന് എത്രയാ? 25. കാര്യമനുസരിച്ച് എന്ത് ചെയ്യണം? കരൾ മാറ്റിവെക്കണം. വിശാൽ ഇവിടെ വരുമ്പോൾ പ്രാർത്ഥനാ ദിവസമല്ല, ഇതുപോലെയുള്ള പ്രാർത്ഥനാ ദിവസമല്ല. കഴിഞ്ഞ വെള്ളിയാഴ്ചയല്ലേ വന്നത്? കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് വിശാൽ വരണത്. ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുമ്പ് ലാസ്റ്റ് നമ്മൾ സെക്കൻഡ് ഓപ്ഷൻ എടുക്കത്തില്ലേ? കർത്താവിനൊക്കെ ഒരു തേർഡ് ഓപ്ഷൻ എടുക്കാൻ വേണ്ടി വന്നതാണ്. എന്തെങ്കിലും സാധ്യത കർത്താവിനുണ്ടോ എന്ന്. 14:36 ആ സാധ്യത. എന്താണ്? കർത്താവ് അങ്ങേക്കെല്ലാം സത്യമാണ്. ആ മരിയൻ തപസ്സിൻ്റെ ഇടക്കാണ്, ഈ ബഹളത്തിൻ്റെ ഇടക്കാണ് വിശാലിൻ്റെ ശിരസ് കൈവെക്കണത്.
പിന്നീട്ട റിപ്പോർട്ടാണ് ഇപ്പോൾ പറയണത് ഇവിടെ, അല്ലേ? ഇപ്പോൾ റിപ്പോർട്ട്. ഇതിൽ നമ്മൾ എന്താ മനസ്സിലാക്കണമെന്ന് അറിയാമോ? എന്താ മനസ്സിലാക്കണത്? കർത്താവിൻ്റെ കയ്യിൽ നിൻ്റെ ജീവിതത്തിൻ്റെ അവസാന വാക്കാരാ പറയേണ്ടത്? ജപ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ ബാങ്ക് മാനേജറല്ല, പൊളിച്ചു മാറ്റുമെന്ന് പറയുന്ന കോർപ്പറേഷനല്ല. നിൻ്റെ ജീവിതത്തിൻ്റെ അവസാന വാക്ക് പറയുന്നത് ആരാണ്? കർത്താവാണ്. ദൈവമേ, നിന്റെ ജീവിതത്തിലെ അവസാന വാക്ക് പറയേണ്ടത് കർത്താവാണെന്ന് ആത്മാവ് നിന്നോട് തോന്നിക്കുമ്പോൾ നീ സാക്ഷിയായി കൈയടിച്ച് കർത്താവ് ഈ തട്ടി ഉണർത്തുക എന്ന് പറയുന്ന ഒരു പ്രക്രിയ ബൈബിളിലുണ്ട്. തട്ടി ഉണർത്തുക എന്ന് പറയാൻ. അപ്പം നിന്നെ രക്ഷിക്കാനുള്ള ഒരു മാർഗവും ഇല്ല. ഏത് രീതിയിൽ നീ രക്ഷപ്പെടുമെന്ന് നിനക്കൊരു ഐഡിയയുമില്ല. ഗവൺമെൻറ് നിനക്കെതിരെ, നാട്ടുകാരെതിരെ, അധികാര സ്ഥാനങ്ങളും ബന്ധുക്കളുമെതിരെ സൂസന്ന തോട്ടത്തിൽ വാവിട്ട് നിലവിളിച്ചെന്നും പറഞ്ഞ ബൈബിളില്ലേ? ദാനിയേലിൻ്റെ പുസ്തകം 13:45. സുസന്ന പെട്ടുപോയി എന്ന് തോന്നുന്ന സമയമുണ്ട്. ചിലപ്പോൾ നീയും പെട്ടുപോയതുപോലെ ഒരു അവസ്ഥയായിരിക്കും നിനക്ക്. പക്ഷേ നീ പെട്ടുപോകണോ വേണ്ടെന്ന് തീരുമാനിക്കണം ആരാണ്? നിന്നെ സൃഷ്ടിച്ച ദൈവമാണ്. ആ ദൈവത്തിന് സുസന്ന കണ്ണുനിറയെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ബാലനായ ദാനിയേലിനെ കർത്താവ് അവൻ്റെ ആത്മാവിനെ തട്ടി ഉണർത്തിയെന്നാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിലെ നീ ഉടമ്പടി ചെയ്യുമ്പോൾ ആ ഉടമ്പടി നീ വിശ്വസ്തയാണെങ്കിൽ നിന്നെ രക്ഷിക്കാനുള്ള ആളെ, അജ്ഞാതനായ വ്യക്തിയെ നിന്റെ ദൈവം നിനക്ക് വേണ്ടി തട്ടി ഉണർത്തും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തി പകർന്നിടേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടേ, അവിടുത്തെ ആവശ്യം കർത്താവേ അറിയുന്നു, അവിടുത്തെ ആവശ്യം കർത്താവേ അറിയുന്നു, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടേ. പരിശുദ്ധ